ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ CPM-ന് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കുടുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്ക് CPM നീങ്ങുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കരുവന്നൂരിൽ ED പിടിമുറുക്കുമെന്ന് നേരത്തെ തന്നെ ചില സൂചനകളുണ്ടായിരുന്നു. അത്തരത്തിലൊരു നീക്കം ED തുടങ്ങിയിരിക്കുന്നു. കരുവന്നൂരിലെ CPM-ന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം ധനമന്ത്രാലയത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ED റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഈ ഇടപാടുകൾ വഴി ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബിനാമി പേരുകളിൽ വായ്പ തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ വായ്പകൾക്ക് കമ്മീഷൻ വാങ്ങിയതായും ഈ റിപ്പോർട്ടിൽ പറയുന്നതായിട്ടാണ് സൂചന. ഓരോ അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഈ 5 രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചും ഒരു ഓഡിറ്റിംഗും ഇതുവരെ നടത്തിയിട്ടില്ല. ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കുകളിലും മറ്റും ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും ED പരിശോധിച്ചു വരുന്നു. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായൊരു പ്രത്യാഘാതത്തിലേക്ക് പോകും. കാരണം ഈ പാർട്ടിയുടെ പേരിലുള്ള അക്കൗണ്ടുകളും അക്കൗണ്ടിനകത്തുള്ള തുകകളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ അക്കൗണ്ടുകൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മറ്റൊരു വിഷയത്തിലേക്ക് തിരിയുകയും ചെയ്തു. ഏതായാലും കരുവന്നൂർ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പിടിമുറുക്കും എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ED ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇത് ഒരു സുപ്രധാനമായ ഒരു വിവരം, അതായത് രഹസ്യ അക്കൗണ്ടുകൾ, ഈ സഹകരണ ബാങ്കിലൊക്കെ ഇതുപോലെ രഹസ്യ അക്കൗണ്ടുകളുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികളും മറ്റും ആരോപിക്കുന്നത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ കരുവന്നൂരിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ CPM-നുണ്ടായിരുന്നു. ഇതുവഴി വലിയ ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.